ഇന്നത്തെ കറി എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുക്കറിൽ കുറച്ച് പരിപ്പ് വേകാനായിട്ട് വെക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ ഒരു 3-4 വെളുത്തുള്ളി കൂടെ മുറിച്ച് ചേർക്കുക കേട്ടോ. എന്നിട്ട് ഒരു 3-4 വിസിലടുപ്പിക്കുക, പരിപ്പൊന്ന് ഉടഞ്ഞ് വേകാനായിട്ട്. പിന്നെ അതിലോട്ട് വേണ്ടത് ഒരു തക്കാളി, 2-3 പച്ചമുളക്, ഒരു ചെറിയ മാങ്ങ കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ചക്കയാണ് കേട്ടോ. ഇത് ഇടിഞ്ചക്കയാണോ കടച്ചക്കയാണോ എന്ന് സംഭവം എനിക്കറിയില്ല. എന്തായാലും കറി വയ്ക്കണ കുഞ്ഞു ചക്കയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഈ പരിപ്പ് വെച്ച് വെള്ളത്തിലിട്ടിട്ട് തക്കാളിയും മുറിച്ച് വെച്ച മാങ്ങയും പച്ചമുളകും ഒരു സവാളയും കൂടി ചേർത്ത് 1/2 സ്പൂൺ മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരു വിസിലടുപ്പിക്കുക കേട്ടോ. വിസിലല്ലാണ്ട് തന്നെ നമുക്ക് ചട്ടിയിലിട്ട് നോർമലായിട്ട് വേവിച്ചെടുത്താലും മതി. ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടി കുക്കറിലാക്കിയതാണ് കേട്ടോ. അങ്ങനെ ഒരു വിസിലടുപ്പിച്ചെടുത്തതാണിത്. ചക്കയും മാങ്ങയും എല്ലാം നന്നായി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കത് വേറൊരു പാത്രത്തിലോട്ടാക്കാം. എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരച്ച് കൂട്ടുമ്പോൾ അത് കുക്കറിൽ മതിയാവാണ്ട് വരും. അതുകൊണ്ടാണ് വേറെ അതിലോട്ടാക്കിയത്. എന്നിട്ട് അരമൂടി തേങ്ങ അരച്ചതും കൂടി ചേർക്കുക കേട്ടോ. എന്നിട്ട് അത് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോൾ അത് മാറ്റി വെക്കാം. എന്നിട്ട് താളിക്കാനുള്ള പരിപാടി നോക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലോട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം. ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് വേവിച്ച് വെച്ച കറിയിലോട്ട് താളിച്ചൊഴിക്കുക. അങ്ങനെ നമ്മുടെ ചക്കയും മാങ്ങയും പരിപ്പും കൂടി ഇട്ട് വെച്ച കറി സെറ്റായി. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചോറെടുത്തില്ലേ, ഇനിയിപ്പോൾ അത് ഞാൻ കഴിക്കട്ടെ എന്നത്തെയും പോലെ. ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത കറിയായിട്ട് വീണ്ടും കാണാം.